അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് മോനെ പഞ്ചാബിൽ പഠിക്കുന്നിടത്തൊക്കെ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് പിടിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളൂടി അവനെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങൾ അവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സിറ്റി സെൻറ്ററിലൊക്കെ പോയി. അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന് വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി. ബീഫ് ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഡ്രൈ ആക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ മസാലകളൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കി. അരിയും എള്ളും കടലയും ശർക്കരയെല്ലാം കൂടെ പൊടിച്ചിട്ട് ഇതൊക്കെ വറുത്തതിന് ശേഷം ശർക്കരയൊക്കെ ചേർത്ത് പൊടിച്ച് അങ്ങനെ അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ അവർക്ക് നല്ലത് കഴിക്കാമല്ലേ, പുറത്തുനിന്നൊക്കെ കഴിക്കുക. അങ്ങനെ നമുക്ക് പല കാര്യത്തിലൊരു വിഷമമാണല്ലോ. നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മക്കളെവിടെയോ ആകുമ്പോൾ അവർക്ക് എന്തോ കിട്ടിയോ കഴിച്ചോ അങ്ങനെയൊക്കെ ഓരോ ടെൻഷനായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചാൽ നമുക്കും ഒരു സമാധാനമാണ്, അവർക്കും നല്ലത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഉണ്ടാക്കി. പിന്നെ പോകുന്ന അവന് നെയ്ച്ചോറും ചിക്കൻ കറിയും മീൻ പൊരിച്ചൊക്കെ വേണ്ടി പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ മീൻ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ കവറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുത്തയച്ച്. പിന്നെ കുറച്ച് കാരക്കൻ്റെ അച്ചാറുണ്ടാക്കി. അപ്പോൾ ഉലുവ കടുക് ഞാനിങ്ങനെ ആട്ടോ ഉണ്ടാക്കൽ എല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഇട്ടെടുത്ത് അതിൽ കുറച്ച് സാൾട്ടൊക്കെ ഇട്ടൊന്ന് വന്നതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഡേറ്റ്സും പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുത്ത് പിന്നെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് പിന്നെ എല്ലാം സെറ്റാക്കി. അങ്ങനെ എല്ലാം ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ബോട്ടിലൊക്കെ ആക്കി കൊടുത്ത്. അപ്പോൾ കൊണ്ടുപോകാൻ ലഗേജ് അധികം ആയപ്പോൾ ബാക്കിയുള്ള മക്കൾ കഴിച്ചിട്ടോ. പിന്നെ എയർപോർട്ടിൽ പോയി അവനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയാണല്ലോ പിന്നെ നമുക്ക് പോലെ അങ്ങോട്ട് പോകുമ്പോൾ. നമ്മളെടുത്തുണ്ടാകുമ്പോൾ നമ്മൾ ചീത്തൊക്കെ പറഞ്ഞാലും നമ്മളെടുത്തുനിന്ന് അവർ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. അവർക്ക് അതിൻ്റേതായൊരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ മക്കൾ പഠിക്കുന്നൊക്കെ കാര്യത്തിന് നമ്മൾ ഇങ്ങനെ ഇവിടെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് പോയി പഠിച്ചൊക്കെ ഉഷാറായി വരണമല്ലോ. പിന്നെ എല്ലാവരും ദുആ ചെയ്യും മക്കളൊക്കെ നല്ല നിലയിൽ എല്ലാവരും മക്കളും പഠിച്ചൊക്കെ ഉഷാറായിട്ട് നമ്മൾക്ക് ഉപകരിക്കുന്ന മക്കളും നല്ല മക്കളൊക്കെ ആയി വളരട്ടെ. അതിനൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്യും. പഠനമൊക്കെ ഉഷാറായിട്ട് വിജയിക്കും. അങ്ങനെ അങ്ങോട്ട് നമ്മളോട് സമ്മതമൊക്കെ പറഞ്ഞ് പോയതിന് ശേഷം നമ്മൾ പിന്നെ ഒരു വിഷമത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അവിടെ എത്തി ഒക്കെ